അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. ഇതൊരു സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറ ആയതുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ സ്മാർട്ട് LED ആണ് വരുന്നത്. ഈ IP ക്യാമറയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്യാമറയെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് നിങ്ങളൊരു IP ക്യാമറ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കുറഞ്ഞ മോഡലിലേക്ക് പോകേണ്ട, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്യാമറ, ഒരു 6000 രൂപയിൽ താഴെയൊക്കെ നിൽക്കുന്ന മോഡലിൽ ക്യാമറയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതേപോലുള്ളൊരു ക്യാമറ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് ഹിക്വിഷൻ്റെ 3 ലൈൻ സീരീസിൽ വരുന്ന ക്യാമറയാണ്. 3 ലൈൻ സീരീസിൽ വരുന്ന ക്യാമറയുടെ പ്രത്യേകത ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് അൾട്രാ സീരീസ് എന്ന് പറഞ്ഞ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഹൈ പെർഫോമൻസ് കാറ്റഗറിയിൽ വരുന്ന ക്യാമറയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ ക്യാമറകൾ എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറകളാണ്. സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഈ സ്മാർട്ട് മോഡാണ്, അല്ലേ? അപ്പോൾ സ്മാർട്ട് മോഡ് എന്താണെന്ന് വെച്ചാൽ ക്യാമറ രാത്രിയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്തിടാൻ സാധിക്കും. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ക്യാമറ നിൽക്കും. ആരെങ്കിലും പെട്ടെന്ന് ഈ ഒരു ക്യാമറയുടെ മുമ്പിലേക്ക് വരുവാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കള്ളൻ തന്നെ ആയിക്കോട്ടെ, അയാൾ ഈ ഒരു ക്യാമറ വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ ആ ക്യാമറ അയാളുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, കളറിലേക്ക് സ്വിച്ച് ആവും. കളറിലേക്ക് സ്വിച്ച് ആകുന്ന വെച്ചാൽ ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലുള്ള ലൈറ്റ് വളരെ പെട്ടെന്ന് തെളിയും. നമ്മളിപ്പോൾ ഒരാൾ വളരെ പാത്തും പതുങ്ങിയും ഒരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് പെട്ടെന്ന് ഒരു വെട്ടം തെളിയുന്ന സമയത്ത് ആരായാലും ആ വെട്ടം എന്താണെന്നുള്ള കാര്യം തിരിഞ്ഞു പോകും, അല്ലേ? അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ക്യാമറ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഫേസ് ക്യാപ്ചർ ചെയ്യും. ആ ഫേസ് ക്യാപ്ചർ ചെയ്യുന്നത് സാധാരണ കേസിൽ ഈ ഒരു ക്യാമറയെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന NVR-ലേക്കായിരിക്കും സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ NVR-ൽ അയാളുടെ വീഡിയോ റെക്കോർഡാകും. അപ്പോൾ കള്ളൻ അൺഫോർച്ചുനേറ്റ്ലി വീടിൻ്റെ ഉള്ളിലെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ NVR-വുമായിട്ട് പോയേക്കാട്ടോ. അതിനൊരു സാധ്യതയുണ്ട്, നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ എപ്പോഴും അങ്ങനെ വീട്ടിൽ കയറി NVR എടുത്തുകൊണ്ട് പോകണമെന്ന് നിർബന്ധമില്ല. NVR വെക്കേണ്ട ആ ഒരു പൊസിഷൻ നിങ്ങളപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ആ രീതിയിൽ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടെ അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി ഈ ഒരു ക്യാമറയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമുക്കൊരു FTP സെർവർ ഉണ്ടെങ്കിൽ അതിലേക്ക് ആ കള്ളൻ്റെ ഫോട്ടോ പോകുന്ന രീതിയിലേക്ക് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ അലേർട്ട് സെറ്റപ്പ് ഈ ഒരു ക്യാമറയിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോ കള്ളൻ NVR എടുത്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല, ആ മൊമെന്റിൽ തന്നെ നമ്മുടെ മെയിലിലേക്ക് സെൻഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഏറ്റവും ആദ്യം പറയട്ടെ, ഈ ഒരു ക്യാമറ ഹിക്വിഷൻ്റെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. കാരണം 2024 ഇപ്പോൾ കുറച്ച് നാൾ, ഒരു 2 മാസത്തിനുള്ളിൽ ലോഞ്ച് ആയിരിക്കണ ഒരു ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിക്വിഷൻ എനിക്ക് അയച്ചു തന്നായിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും അല്ല. ഹിക്വിഷൻ അങ്ങനെ ക്യാമറകളൊന്നും തന്നെ എനിക്കൊന്നും ഇതുവരെ അയച്ചു തന്നിട്ടൊന്നുമില്ല. എന്തായാലും ഹിക്വിഷൻ്റെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ അതിൻ്റെ ചാനൽ പാർട്ണറാണ് നെക്സ സിസ്റ്റം. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു ക്യാമറ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു സാമ്പിൾ ക്യാമറ മാത്രമല്ല എൻ്റെ കയ്യിലുള്ളത്. ഇവിടെ ഇഷ്ടം പോലെ ക്യാമറ നമുക്കിവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കൊറിയർ അയച്ചു തരാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. ഇതൊരു സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറ ആയതുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ സ്മാർട്ട് LED ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറ പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് തന്നെ വലിയ ഭാരമൊന്നും ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നില്ല. ആകെ കൂടി 258 ഗ്രാമാണ് ഈ ഒരു ക്യാമറയുടെ വെയിറ്റ് വരുന്നത്. വളരെ വെയിറ്റ് കുറഞ്ഞ ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യാമറ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ കയറ്റാനാണെന്നുണ്ടെങ്കിലും സൈസും കുറവാണ് കേട്ടോ. തീരെ ചെറിയ ക്യാമറയാണ്. പിന്നെ വെതർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IP67 വെതർ പ്രൂഫാണ്. നമുക്ക് മഴയത്തും വെയിലത്തൊന്നും വെക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഒക്കെ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്യാമറയുടെ ലൈഫ് അത് കൂടും. പല ആളുകളും എന്നോട് വിളിച്ച് പറയാറുണ്ട്, കള്ളന്മാരെ വീട്ടിൽ കയറിയിട്ട് ഇപ്പോൾ NVR എടുത്തുകൊണ്ട് പോകുന്നത് വളരെ പതിവായിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ കൂടെ കൂടുതൽ സുരക്ഷിതത്വം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലൗഡ് റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ നാസ് സെർവറോ പരിപാടിയൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമറയ്ക്കുള്ളിൽ ഒരു മെമ്മറി കാർഡ് ഇടുക എന്നുള്ളത് മാത്രമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു എക്കണോമിക് റേഞ്ചിൽ വരുന്ന ക്യാമറ ആയതുകൊണ്ട് ഇതിൽ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കുന്നുള്ള ഒരു കാര്യം മാത്രമാണ് വരുന്നത്. അതായത് ഒരു വീട്ടിൽ നിങ്ങളിപ്പോൾ ഒരു 6 ക്യാമറ വെക്കുകയാണെങ്കിൽ 2 എണ്ണം ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടിയ മെമ്മറി കാർഡ് ഇടാവുന്ന മോഡലുകൾ നമുക്ക് ലഭ്യമാണ്. അങ്ങനെയുള്ള മോഡലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കേണ്ടതെന്നാണ് എൻ്റെ സജഷൻ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഏരിയാസിലൊക്കെ ഇതേപോലുള്ള ക്യാമറ വയ്ക്കാവുന്നതാണ്. ഇത് 4mm ലെൻസാണ് വരുന്നത്. ഇത് ഈ ഒരു മോഡലിൽ തന്നെ 2.8mm ലെൻസും വരുന്നുണ്ട്. പക്ഷേ 6mm ലെൻസ് ഈ ഒരു മോഡലിൽ വരുന്നില്ല. അപ്പോൾ ഇത് 2.8mm ലെൻസ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ഇതിനേക്കാളും വൈഡർ വ്യൂ ആയിരിക്കും. ഇതൊരു 78 ഡിഗ്രി വൈഡ് വ്യൂ ആണ് വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ മുമ്പിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയെ, ഒരു 15 മീറ്റർ വരെ ദൂരെ നിൽക്കുന്ന വ്യക്തിയെ തന്നെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അതായത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.
പക്ഷേ ഐഡൻറ്റിഫിക്കേഷൻ പവർ വരുന്നത് ഒരു 5 അല്ലെങ്കിൽ 7 മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ വരുമ്പോഴാണ്. ഒരു മാക്സിമം പോയ ഒരു 7 മീറ്റർ വരെയാണ് ഈ ഒരു ക്യാമറയുടെ ഐഡൻറ്റിഫിക്കേഷൻ പവർ വരുന്നത്. പിന്നെ ഈ ഒരു ക്യാമറയിൽ നിന്ന് നമുക്കറിയാം ഇൻഫ്രാറെഡ് ലൈറ്റും വരുന്നുണ്ട്, കളർ ലൈറ്റും വരുന്നുണ്ട്. 30 മീറ്ററാണ് ഇതിൻ്റെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ വരുന്നത്, 30 മീറ്റർ. അപ്പോൾ 30 മീറ്റർ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് 30 മീറ്റർ ദൂരെ നിൽക്കുന്ന ആളെ വളരെ വ്യക്തതയോട് കൂടി കാണാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നതെന്ന്. ഒരിക്കലും അല്ല. ഈ ഒരു ക്യാമറയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 7 മീറ്ററാണ് ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പവർ. അതുപോലെ തന്നെ റെക്കഗ്നേഷൻ പവർ വരുന്നത് 15 മീറ്ററോളമാണ്. പിന്നെ നമുക്ക് 15 മീറ്റർ കഴിഞ്ഞിട്ട് ഒരു 33 മീറ്റർ വരെയൊക്കെ നമുക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അത്രയാണ് ഈ ഒരു ക്യാമറയിൽ നിന്ന് പറ്റുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്ക് ചാനലിൽ, ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരാളിട്ടിരിക്കുന്ന വീഡിയോയിൽ കണ്ടായിരുന്നു. ഞാൻ എൻ്റെ മകനെ കൊണ്ട് ഒരു 3 MI ക്യാമറ മേടിച്ച് വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്തു. 6500 രൂപ മാത്രമാണ് എനിക്ക് വന്ന് മുടക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ MI ക്യാമറ പോയി വാങ്ങിച്ചിട്ടുണ്ടാവും. ഈ ഒരു ക്യാമറയുടെ കോസ്റ്റ് വരുന്നത് 5500 രൂപയും 6500 ആ ഒരു റേഞ്ചിൻ്റെ ഇടയിലാണ് വരുന്നത്. ഇത്രയും കൂടിയ മോഡൽ ക്യാമറയുടെ ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. 7 മീറ്റർ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പവർ, 15 മീറ്റർ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ MI ക്യാമറ 3 6000 രൂപയ്ക്ക് എടുത്ത ആളുടെ വീഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ബൈക്ക് മോഷണം പോയിട്ട് 10-15 വീടുകളിൽ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ വീട്ടിൽ കൂടെയും പോയി നോക്കിയിട്ട് രാത്രിയിൽ ഒരു തുമ്പും കിട്ടിയില്ലെന്ന്. അതുപോലെ തന്നെയായിരിക്കും അങ്ങനെയുള്ള ക്യാമറകൾ എടുക്കുന്നവരുടെ കാര്യം. അപ്പോൾ ഇതേപോലുള്ള ക്യാമറകൾ നിങ്ങൾ IP ക്യാമറയാണ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്തായാലും മറ്റ് ക്യാമറകളെ വെച്ച്, അതായത് അനലോഗ് ക്യാമറകൾ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും കൂടുതലാണ്. പിന്നെ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 9 അടിക്കും അല്ലെങ്കിൽ 10 അടിക്കും പൊക്കത്തേക്ക് മാത്രമേ ക്യാമറ വയ്ക്കാവുള്ളൂ. ചിലർ ക്യാമറ വളരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് 15 അടിക്ക് 30 അടിക്കൊക്കെ മുകളിൽ കയറ്റി വെക്കുക. അതായത് 2ാം നിലയുടെ മുകളിൽ വരെ ക്യാമറ വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ എന്നെ വിളിച്ച് പറയാറുണ്ട്, 2ാം നിലയുടെ മുകളിൽ കയറ്റി ക്യാമറ വെച്ചു, അപ്പുറത്തെ ഒരു അമ്പലത്തിൽ മോഷണം നടന്നിട്ട് ആ കള്ളൻ അതിലെ പോണ കാണാം, പക്ഷെ ആ കള്ളൻ്റെ ഫേസ് കാണാൻ പറ്റുന്നില്ല. കാരണം ക്യാമറ ഇരിക്കുന്നത് അങ്ങും ആകാശത്താണ്. താഴോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും തലയുടെ ആ ഒരു ഉച്ചി എന്ന് പറയുന്ന ഏരിയ ഒരുപോലെ തന്നെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും ക്യാമറ വെക്കേണ്ടത്. അതൊരു 10 അടി അല്ലെങ്കിൽ 11 കൂടിപ്പോയാൽ 12 അടി, അതിന് മുകളിലോട്ട് ഒരു കാരണവശാലും പൊങ്ങിപ്പോകാൻ പാടില്ല. പക്ഷെ റോട്ടിലേക്ക് വെക്കുന്ന ക്യാമറകൾ പക്ഷേ പെട്ടെന്ന് ആളുകൾ ആക്രമിച്ച് നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉയരത്തിൽ കയറ്റി വയ്ക്കും. ഒരു 15 അടി പൊക്കത്തൊക്കെ വെക്കാറുണ്ട്. അത് ആ ഒരു റോഡിൻ്റെ കണ്ടീഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ രീതിയിലുള്ള ക്യാമറയാണ്, അല്ലാതെ ഇതുപോലത്തെ ക്യാമറയല്ല റോട്ടിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അതിന് വേറെ സ്പെഷ്യൽ ക്യാമറകളാണ്. ഈ ക്യാമറ എന്തായാലും ഒരു ഹോം പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു ക്യാമറയാണ്. അല്ലാതെ റോഡിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറ ഒരിക്കലും യൂസബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറയിൽ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ സാധിക്കില്ല. നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്യാമറകളുണ്ട്, ANPR ക്യാമറകൾ. പക്ഷേ ഈ ഒരു ക്യാമറയിൽ നമ്പർ പ്ലേറ്റ് കാണില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ക്യാമറ മുറ്റത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് കിടക്കുന്ന ഒരു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ചിലപ്പോൾ ഇതിൽ കണ്ടേക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു ക്യാമറ എടുത്തു കൊണ്ടിട്ട് റോട്ടിൽ കൊണ്ടുവച്ചിട്ട് ഓടിപ്പോണ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാണണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ 4 മെഗാപിക്സൽ ക്യാമറയിൽ നടക്കുന്ന കാര്യമല്ല. ഈ ഒരു മോഡൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇക്വേഷനും അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ക്യാമറ നമ്മുടെ അക്യൂസെൻസ് ക്യാമറ പോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ K1, K2 സീരീസ് NVRകളിലേക്കാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് K2 സീരീസ് NVR ആണ്. അതിലേക്ക് നിങ്ങൾ ഈ ഒരു ക്യാമറ കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷനും ലൈൻ ക്രോസിങ്ങും പെരിമീറ്റർ പ്രൊട്ടക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ക്യാമറയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫോണിലേക്ക് വരുന്ന രീതിയിൽ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടോ കറക്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഹിക്കണക്ട് പ്രോ അക്കൗണ്ടിലേക്ക് കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലാപ്ടോപ്പിലൂടെ കമ്പ്യൂട്ടറിലൂടെ അല്ലെങ്കിൽ നമ്മൾ TV ഡയറക്റ്റ് വെച്ചിട്ട് കോൺഫിഗറേഷൻ ചെയ്യുന്നതിനേക്കായി ഒന്നും കൂടെ നല്ല രീതിയിൽ ഹിക്കണക്ട് പ്രോ അക്കൗണ്ടിലൂടെ കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഹിക്കണക്ട് പ്രോ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരു ടെക്നീഷ്യന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ്. അപ്പോൾ ഒരു ഓതറൈസ്ഡ് ഇൻസ്റ്റാളറാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തായാലും ഹിക്കണക്ട് പ്രോ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ആ ഹിക്കണക്ട് പ്രോ അക്കൗണ്ട് ഇപ്പോൾ ആക്ച്വലി ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ട് ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലായിട്ടുണ്ട്. കാരണം അതിനകത്ത് വ്യൂ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാമ ഇക്വേഷൻ വിളിച്ച് എൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ ഉടൻ തന്നെ അത് സൊല്യൂഷൻ തരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട്
അതിന് സൊല്യൂഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കണക്ട് പ്രോ അക്കൗണ്ടിലൂടെ കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് വളരെ എളുപ്പം തന്നെ അയാൾക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഒരു സപ്പോർട്ട് ഇമ്മീഡിയറ്റ് കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഞങ്ങളുടെ ടെക്നീഷ്യൻസ് പോയിട്ട് സൈറ്റിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തിരിക്കുന്ന കോൺഫിഗറേഷൻസ് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അവർ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, ഇനി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഞാൻ ഇവിടുന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ കണക്ട് പ്രോ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പല വീടുകളിലും നമ്മൾ പോയിട്ട് ഈ ലൈൻ ക്രോസിങ്ങും ഇൻട്രൂഷൻ ഡിറ്റക്ഷനൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ രാത്രിയിലായിരിക്കും നമ്മുടെ ടെക്നീഷ്യൻസ് ഈ ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പോരുന്നത്. പിന്നീട് നമ്മൾ ഒരു 2-3 ദിവസം ഈ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് പ്രോപ്പർ ആണോ ഇല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് നമ്മൾ അതിനകത്ത് വേണ്ട രീതിയിൽ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കറക്ഷൻസ് ഒക്കെ നമുക്ക് ആ സൈറ്റിൽ പോയി ചെയ്യാതെ തന്നെ നമുക്ക് നേരെ അത് നമ്മുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ ഈ പ്രോ അക്കൗണ്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഈ ഒരു NVRനെയും ക്യാമറേനെയൊക്കെ നമുക്ക് ഈസിലി കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രൗസർ ഒന്നുകൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ആ ഒരു ക്യാമറയ്ക്കുള്ളിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യാം. ഇതുണ്ടോ, അപ്പോൾ ഞാൻ ആ ഒരു ക്യാമറയ്ക്കുള്ളിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്തു. അപ്പോൾ ഒരു ഇരുണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ വ്യൂ വരുന്നത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സീനുണ്ട്, കണ്ടോ. ഇതെല്ലാം ബേസിക് എന്നുള്ളൊരു ഓപ്ഷനിലായിരിക്കും സാധാരണ കിടക്കുന്നത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഞാൻ സീൻ ഒന്ന് ബാക്ക് ലൈറ്റ് എന്നുള്ളൊരു മോഡലിലേക്ക് ഒന്ന് മാറ്റുവാണ്. ബാക്ക് ലൈറ്റ് മോഡിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ കുറച്ചുകൂടെ വലിപ്പത്തിലുള്ള ഡിസ്പ്ലേയിലേക്ക് പോകാം. ഇവിടെ കണ്ടോ റൈറ്റ് സൈഡിൽ കുറച്ചും കൂടെ ഡാർക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു സൈഡിന് അനുസരിച്ച് ഏതാണ്ട് നമ്മുടെ ആ ഒരു വലതുവശവും കൂടെ ഒന്ന് കോൺഫിഗറേഷൻ ആയേക്കണമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ, അതായത് നമ്മൾ എവിടെയാണോ ക്യാമറ വയ്ക്കുന്നത് ആ ഒരു സ്ഥലത്തിനനുസരിച്ച് കുറേ പ്രീ ഡിഫൈൻഡ് സെറ്റിങ്സ്, ഒരു ടെംപ്ലേറ്റ് എന്ന് നമുക്ക് പറയാം, ടെംപ്ലേറ്റ് പോലെ കിടക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ക്യാമറ വയ്ക്കുന്ന സ്ഥലത്ത് വളരെയധികം ഇരുട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോ ഇലുമിനേഷൻ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നൈറ്റിൽ നല്ല ക്ലിയർ ആയിട്ട് ക്യാമറ പെർഫോം ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ബാക്ക് ലൈറ്റ് എന്നുള്ള മോഡിലേക്കാണ്. ഇനി എനിക്ക് തോന്നിയത് ഈ ഒരു ക്യാമറയ്ക്ക് കുറച്ച് കളറിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. സാച്ചുറേഷൻ പയ്യെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ച് സാച്ചുറേഷൻ കൂട്ടിയപ്പോഴത്തേക്ക് ഒരു 65 ഒക്കെ വരെ പോയാൽ മതി, 65 to 67. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, കളർ നല്ലപോലെ ഒന്ന് മെച്ചപ്പെട്ട് ക്യാമറ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിലേക്ക് നമുക്ക് ക്യാമറയെ കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഇൻഡിവിജ്വലി നമുക്ക് ഓരോ ക്യാമറയെ എടുത്തിട്ട് നമ്മൾ എവിടെയാണോ ക്യാമറ വയ്ക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇലുമിനേഷൻ ഭയങ്കര കുറവായിട്ടുള്ള ഏരിയയിലാണ് വെക്കണമെങ്കിലാണ് നമ്മൾ ഈ ലോ ഇലുമിനേഷൻ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കസ്റ്റം എന്നുള്ളൊരു മോഡും കൂടെ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഈ ക്യാമറയുടെ എക്സ്പോഷറും കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ IP ക്യാമറയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്യാമറയെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്യാമറയെ പറ്റി എനിക്കുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ക്യാമറകളും അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ നമ്പർ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ചാനൽ നമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, അതിന് തൊട്ടടുത്തായിട്ട് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ പേയ്മെൻറ്റ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസത്തേക്ക് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാണ് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ഡെബിറ്റ് ആകുന്ന രീതിയിലേക്ക് അത് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മന്ത്ലി ഒരു 8-10 വീഡിയോസ് വെച്ചിട്ട് അതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൂടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അതൊന്നും പബ്ലിക് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടല്ല ഞാൻ ഇടുന്നത്, കോൺഫിഗറേഷൻ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ പബ്ലിക് വീഡിയോ അല്ല. അതിനോട് താല്പര്യമുള്ളവർ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.